ഒരു കഥ കേട്ടാലോ? ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്നും എരിഹോവിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ ഈ മനുഷ്യൻ യാത്ര ചെയ്ത് കാട്ടിൽ കൂടെയാണ് നടക്കുന്നത്. ചുറ്റും വിജനമായ പ്രദേശം, ആരുമില്ല, ആളനക്കങ്ങളൊന്നുമില്ല. ഈ മനുഷ്യൻ ഇങ്ങനെ സാവധാനം യാത്ര ചെയ്ത് എരിഹോവിലേക്ക് പോവുകയാണ്. അങ്ങനെ കുറച്ചു നേരം നടന്നപ്പോൾ അപ്രതീക്ഷിതമായി കാട്ടിൽ നിന്നും കുറച്ചധികം കള്ളന്മാരെ ഇദ്ദേഹത്തെ വന്ന് ആക്രമിക്കുകയാണ്. ആക്രമിച്ച് ഇദ്ദേഹത്തെ വിവശനാക്കി, അർദ്ധപ്രാണനാക്കി അവിടെ വിട്ടേച്ച് അവരെ കടന്നു കളഞ്ഞു. ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും പണവും എല്ലാം അപഹരിച്ചുകൊണ്ട് ഈ കള്ളന്മാർ കടന്നു കളഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ പരിക്കേറ്റ് അവശനായി നിലത്ത് കിടന്നു, നിലവിളിച്ചു. അദ്ദേഹം എത്ര നിലവിളിച്ചിട്ടും കരഞ്ഞിട്ടുമൊന്നും ആരും വന്നില്ല രക്ഷിക്കാൻ. കാരണം അവിടെ വനപ്രദേശമാണ്, ആളനക്കങ്ങളൊന്നുമില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ യാദൃശ്ചികമായിട്ട് ആ വഴി കടന്നു വന്നപ്പോൾ ഇദ്ദേഹം ഇവിടെ കിടക്കുന്നതായിട്ട് കണ്ടു. എന്നാൽ തനിക്ക് ഒട്ടനവധി തിരക്കുകൾ ഉള്ളതിനാൽ ഈ മനുഷ്യനെ ഒന്ന് നോക്കുവാൻ പോലും, ഒന്ന് ശ്രദ്ധിക്കുവാൻ പോലും കൂട്ടാക്കാതെ ഉടനടി തന്നെ ഇദ്ദേഹം യാത്രയാവുകയാണ്. അങ്ങനെ വീണ്ടും ഈ മനുഷ്യൻ ഇവിടെ പരിക്ക് പറ്റി ഇവിടെ കിടക്കുകയാണ്. കുറച്ചധികം സമയം കഴിഞ്ഞപ്പോൾ ഇതാ രണ്ടാമത്തെ മനുഷ്യൻ കടന്നു വരുന്നു. രണ്ടാമത്തെ മനുഷ്യൻ കടന്നു വന്നപ്പോഴാണ് ഇദ്ദേഹം ഇവിടെ താഴെ വീണ് കിടക്കുന്നതായിട്ട് കണ്ടത്. അങ്ങനെ ഈ മനുഷ്യനെ നോക്കി, ദേഹമാസകലം പരിക്കുള്ളവനാണ്, രക്ഷിച്ചാൽ എന്ത്, പക്ഷെ തനിക്ക് ഒരുപാട് തിരക്കുണ്ട്, പോയിട്ട് ഒരുപാട് ആവശ്യങ്ങൾ സാധിക്കാനുണ്ട്, പെട്ടെന്ന് കടന്നു കളഞ്ഞു. അങ്ങനെ നേരം സന്ധ്യയോട് അടുത്തു. മൂന്നാമതായിട്ട് ഇതാ ഒരു വ്യക്തി അതിലെ കടന്നു വരികയാണ്. തന്റെ കഴുതപ്പുറത്ത് സാവധാനം ആ വനപ്രദേശത്തു കൂടി കടന്നു വന്നപ്പോൾ ഇതാ ഒരു മനുഷ്യൻ ദൂരെ കിടക്കുന്നു. ദേഹമാസകലം മുറിവ് പറ്റി, പരിക്കുപറ്റി, അർദ്ധപ്രാണനായി കിടക്കുന്നു. ഉടനെ തന്റെ കഴുതപ്പുറത്ത് നിന്നും ചാടി ഇറങ്ങി അദ്ദേഹം ഓടി ഇദ്ദേഹത്തെ താങ്ങിയിരുത്തി തന്റെ പക്കലുണ്ടായിരുന്ന ജലം കുറച്ചായിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തു. ഇദ്ദേഹം ആ ജലം ഇറക്കി ശേഷം ഈ മനുഷ്യനെ തന്റെ കഴുതപ്പുറത്തിരുത്തി തൊട്ടടുത്തുള്ള ഒരു വഴിയമ്പലത്തിൽ, ഒരു സത്രത്തിൽ കൊണ്ടുവന്ന് സത്രക്കാരന്റെ പക്കൽ ഏൽപ്പിച്ചു. ഇതാ ഞാൻ ഈ മനുഷ്യനെ ഇവിടെ താങ്കളുടെ പക്കൽ ഏൽപ്പിക്കുകയാണ്, ഈ മനുഷ്യനെ നിങ്ങൾ ശുശ്രൂഷിക്കണം, ഞാൻ പോയിട്ട് മടങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ പണം തന്നുകൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യനെ, പരിക്ക് പറ്റിയ ഈ മനുഷ്യനെ ഈ നല്ലവനായ വ്യക്തി ഇവിടെ സത്രക്കാരന്റെ പക്കൽ ഏൽപ്പിച്ച ശേഷം യാത്രയായി. നോക്കൂ, ഈ കഥയിൽ നമുക്ക് 3 വ്യക്തികളെ കാണാം, 3 ആൾക്കാരെ കാണാം. ഈ മനുഷ്യന്റെ അടുത്ത് കടന്നു വന്ന 3 വ്യക്തികൾ. ഒന്നാമതായിട്ട് കടന്നു വന്ന ഒരു വ്യക്തിയുണ്ട്, രണ്ടാമതായിട്ട് കടന്നു വന്ന വ്യക്തിയുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും ഈ ആപത്ത് പറ്റിയ മനുഷ്യനെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ പെട്ടെന്ന് കടന്നു കളഞ്ഞവരാണ്. എന്നാൽ മൂന്നാമത് വന്ന മനുഷ്യൻ അങ്ങനെയല്ല, തനിക്ക് ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. എന്നാലും മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഈ മനുഷ്യനെ രക്ഷിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്റെ ജീവിത തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഈ മനുഷ്യന് വേണ്ടി അല്പസമയം ചെലവാക്കിയ ഈ മൂന്നാമത്തെ വ്യക്തിയാണ് ഏറ്റവും നല്ല സ്നേഹിതൻ. അദ്ദേഹമാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സന്തോഷ നിമിഷങ്ങളിലും എല്ലാം നമ്മുടെ കൂടെ നിൽക്കുവാന് ഒട്ടനവധി ആൾക്കാർ കാണും. സന്തോഷത്തിൽ നമ്മളോടൊപ്പം സന്തോഷിക്കുവാനും പങ്കുചേരുവാനും നല്ല വാക്കുകൾ പറഞ്ഞ് നമ്മളെ പുകഴ്ത്തുവാനും ഇഷ്ടം പോലെ ആൾക്കാർ കാണും. പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ദുഃഖം വന്നു ചേരുമ്പോൾ, ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ അടുക്കൽ വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുകയും നമ്മളെ സാന്ത്വനിപ്പിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഉണ്ടെങ്കിൽ അവരാണ് നമ്മളുടെ ഏറ്റവും ഉറ്റ സുഹൃത്ത് എന്ന് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.